ഫാമിലി കോർട്ടിൽ ഈ പറഞ്ഞ അതേ സാധനമുണ്ട്. സ്ത്രീകൾക്ക് ആവശ്യമില്ലാത്ത കുറെ അഡ്വാൻറ്റേജസ് ഉണ്ട്. പ്രത്യേകിച്ച് ഒരു കുഞ്ഞ് ഇൻവോൾവ് ആകുന്ന സിറ്റുവേഷനിൽ സ്ത്രീകൾക്ക് കുറച്ചധികം ഫേവർ ചെയ്യുന്ന ബീയിങ് എ വുമൺ ഞാൻ പറയാം. Actually, I love her. She's a courageous, independent woman. But this statement is absolutely unacceptable. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തിനു വേണ്ടിയായിരിക്കും ഇങ്ങനെയുള്ള നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന്? ഇനി ഒരു എക്സാമ്പിൾ പറയാം. നമ്മൾ തിയേറ്ററിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോഴോ ഒരു വാർണിംഗ് സൈൻ കാണാറുണ്ട്, വയലൻസ് അഗെയിൻസ്റ്റ് വിമൻ ഇസ് പണിഷബിൾ അണ്ടർ ലോ എന്ന്. അതായത് ഓരോ സ്ത്രീൻ്റെയും അവസ്ഥയാണ് ഒരു സൊസൈറ്റീനെ മനസ്സിലാക്കി കൊടുക്കേണ്ടത്. അതായത് നിങ്ങൾ അക്രമങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് ഒരു സൊസൈറ്റീനെ നമ്മൾ ഓർമ്മിപ്പിക്കേണ്ട ഒരവസ്ഥ. ഇതുപോലെയുള്ള ഹെൽപ്ലെസ്നെസ്സിൽ നിന്നാണ് ഓരോ നിയമങ്ങളും ഉണ്ടാവുന്നത്. നമ്മുടെ എക്സ്പീരിയൻസ് വെച്ചിട്ടോ നമ്മുടെ കൂടെയുള്ളവരുടെ എക്സ്പീരിയൻസ് വെച്ചിട്ടോ അളക്കേണ്ടതല്ല ഇങ്ങനെയുള്ള നിയമങ്ങൾ. മെജോറിറ്റി ഓഫ് സ്ത്രീകളുടെ ആവശ്യമാണ് ഈ നിയമം. അത് നമ്മുടെ എക്സ്പീരിയൻസ് വെച്ചിട്ടല്ല നമ്മൾ അളക്കേണ്ടത്. മാസങ്ങളോളം ഡിവോഴ്സിന് വേണ്ടി കോടതി വരാതെ കയറി ഇറങ്ങുന്ന സ്ത്രീകളെ എനിക്കറിയാം. ഭർത്താവിനെതിരെ കേസ് കൊടുക്കാൻ പുറത്തു പോകുമ്പം ഭർത്താവ് വന്ന് ഭീഷണിപ്പെടുത്തിയിട്ട് വീട്ടിൻ്റെ ഉള്ളിൽ പേടിച്ചിരിക്കുന്ന സ്ത്രീകളുണ്ട്. 4ഉം 5ഉം കുട്ടികളുണ്ടാക്കിയിട്ട് അവരൊന്ന് തിരിഞ്ഞു നോക്കാത്ത ഒരുപാട് ഭർത്താക്കന്മാരുണ്ട്. കള്ളു കുടിച്ച് വന്നിട്ട് ഫിസിക്കലി അബ്യൂസ് ചെയ്തിട്ട് പലതരം മുറിവുകൾ ദേഹത്ത് ഉണ്ടായിട്ട് ഹോസ്പിറ്റലുകൾ ദിവസങ്ങളോളം കയറി ഇറങ്ങുന്ന സ്ത്രീകളുണ്ട്. അവർക്കൊക്കെ വേണ്ടിയുള്ളതാണ് ഈ നിയമം. പിന്നെ ഇത് ഒരുപാട് മിസ്യൂസ് ചെയ്യുന്നുണ്ടെന്നല്ല പറഞ്ഞത്. നിങ്ങളൊരു ഏതെങ്കിലും ഒരു കേസ് എടുത്ത് നോക്കും, ഒരു മർഡർ ആയിക്കോട്ടെ, ഒരു തെഫ്റ്റ് ആയിക്കോട്ടെ, എല്ലാത്തിലും അപരാധികളും ഉണ്ടാവും, നിരപരാധികളും ഉണ്ടാവും. ചില സമയത്ത് നമ്മളത് പ്രൂവ് ചെയ്യാന്നുള്ളത് അത് ആ കേസിൻ്റെ ഭാഗമാണ്. ഈ 10% ആളുകൾക്ക് വേണ്ടിയിട്ട് മെജോറിറ്റി ഓഫ് ആളുകളോട് ചെയ്യുന്ന ക്രൂരതയായിരിക്കും ഇങ്ങനെയുള്ള നിയമങ്ങൾ എടുത്തു കളഞ്ഞാൽ. ഇനി സപ്പോസ് ഈ നിയമങ്ങളെ എടുത്തു കളഞ്ഞെന്ന് വിചാരിക്കുക, ഓൾറെഡി ഈ ഡിവോഴ്സിൻ്റെ നൂലാമാലകൾ പേടിച്ചിട്ട് കേസിന് പോവാത്ത ഒരുപാട് വിമൺ ഉണ്ട്. ഈ ഒരു ഫേവറും കൂടി ഇല്ലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും ആ ഒരു റിലേഷൻഷിപ്പിൽ പെട്ട് കിടന്നു പോകും. അതുകൊണ്ട് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇങ്ങനെ പറയുമ്പം ഇത് ആവശ്യമുള്ള ഒരുപാട് സ്ത്രീകളുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കണം. ഓരോ സ്ത്രീൻ്റെയും ഹെൽപ്ലെസ്നെസ്സിൽ നിന്നാണ് ഇങ്ങനെയുള്ള നിയമങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്ന് നമ്മൾ ആലോചിക്കാൻ വേണം.